ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം 8:09 ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഒന്നും കൂടെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ലഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഞാൻ ഡെയിലി മറ്റേ പാത്രം കഴുകാനും നമ്മളെ വല്ല ആവശ്യങ്ങൾക്ക് ഇതിലെടുക്കില്ല. പക്ഷെ ഇന്നലെ എടുക്കാൻ മറന്ന്. അപ്പോൾ ഇതിൽ 5 ലിറ്ററിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നാളെയും മറക്കാണെന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ സമയം 8:09. നമ്മൾ ടയർ ഉണ്ടല്ലേ, പുത്തൻ ടയറാണ്. അപ്പോൾ ഒരു 4-5 ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ടയർ പുതിയ വാങ്ങണം. ഇപ്പം എന്താ വെച്ചാൽ ഇന്നലെയാണ് വണ്ടിൻ്റെ അടവ് അടച്ചത്. മിന്നാന്ന് 24-ാം തീയതി ഇന്നലെയാണ് അടച്ചത്, വൈകിട്ട് അടച്ചത്. അപ്പോൾ 5,000 റുപ്യ കടം വാങ്ങിയിട്ട് അടച്ചത്. അപ്പോൾ ഞാൻ 5,000 റുപ്യ വീട്ടിയിട്ട് വേണം ടയറിനുള്ള പൈസ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഊബർ ഓണാക്കപ്പത്തിന് ഇന്നുണ്ട് കേട്ടോ നമ്മളെ മെയിൻ സാധനം. അപ്പോൾ ഊബർ ഓണാക്കട്ടെ. GPS ഓണാക്കാണ്ട്. ഓക്കെ, ഊബർ ഓണായിട്ടുണ്ട്. 49 മാത്രമേ കേട്ടോ വാലറ്റിൽ മൈനസ് ആയിട്ടുള്ളത്. ഇനി റാപ്പിഡോ ഓണാക്കാം. റാപ്പിഡോൻ്റെ റീചാർജ് ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, റാപ്പിഡോ ഓൺ ആയിട്ടുണ്ട്. ഓല കുറേ ചെയ്യാൻ നോക്കി. നമ്മളത് ഒരു ഫൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വണ്ടി ഓണർ പണ്ട് ഓടിയപ്പോൾ അതിൽ കുറച്ച് ഫൈൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആള് ഓല ആ ഫൈനൊക്കെ അടച്ചിട്ട് ആള് വേറെ ഇരട്ടി എടുത്ത് ഓടൽ തുടങ്ങിയിരിക്കണം. അപ്പം എന്നോട് പറഞ്ഞ ഫൈൻ ഞാൻ അടച്ചിട്ടുണ്ട്, ഇനി ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഇപ്പോഴും അത് ഓപ്പൺ ആവണില്ല. ഓലയിൽ റേറ്റൊക്കെ കുറവാണെന്നാണ് അജിത്ത് പറഞ്ഞത്. എന്നാലും ഓപ്പൺ ആവുമോ ജസ്റ്റ് നോക്കി നോക്കാം. ഓപ്പൺ ആവുകയാണെങ്കിൽ ആകുമ്പോൾ അവിടെ ഓണാക്കാമല്ലോ. രാത്രി പിന്നെ നല്ലതാണ്. പക്ഷേ രാത്രി ഫോണ് നല്ലോണം ചൂടാവും. ഇതുണ്ടോ, യുവർ ആപ്ലിക്കേഷൻ ഈസ് അണ്ടർ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. നോട്ട് പ്രസ് ബാക്ക് അടിച്ച് പോകരുത്. പക്ഷേ എങ്കിൽ നമുക്ക് ബാക്ക് അടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ബാക്ക് അടിച്ചാൽ അത് ആയിക്കോളും, പക്ഷെ ആവണില്ല അത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ ഓട്ടം തുടങ്ങാം. വണ്ടിൻ്റെ സ്റ്റാർട്ടിങ് കഴിയട്ടെ. ഒരു മാച്ച് ട്രിപ്പ് കിട്ടിയത് 4.7 കിലോമീറ്റർ പിക്കപ്പ്, 9.7 കിലോമീറ്റർ, 213 രൂപ. അത് നഷ്ടമാണ് നമുക്ക്. എന്താ പടമുകൾ അത് ക്യാൻസലായോ നോക്കട്ടെ കേട്ടോ. ക്യാൻസലായാൽ വളരെ ഉപകാരമില്ല. വേറെ ഏതോ ഇടയ്ക്ക് ഊബറിൽ ഇങ്ങനെ വരും. ഇടയ്ക്കിടയ്ക്ക് ക്യാൻസൽ ആവണിൻ്റെ ആ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് വേറെ ആർക്കെങ്കിലും വരുന്നുണ്ടാവോ? അജിത്തിനോട് ചോദിച്ചപ്പോൾ അജിത്തും പറഞ്ഞു ഓനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ഓക്കെ. ആ ട്രിപ്പ് ക്യാൻസലായിട്ടോ. റൈഡർ ക്യാൻസലായി, നന്നായി. ഏതായാലും അതെ, നമുക്ക് 4.7 കിലോമീറ്റർ പിക്കപ്പ്. ഫസ്റ്റത്തെ ട്രിപ്പ് തന്നെ. വണ്ടി ഇവിടുന്ന് എടുത്തിട്ടില്ല. അടുത്ത ട്രിപ്പ് എടുക്കട്ടെ. ഊബറിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. റാപ്പിഡോ ഇനി പിക്കപ്പ് ഇപ്പോൾ 3 കിലോമീറ്റർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ എടുക്കും. ചിലപ്പോൾ എടുക്കാൻ പോകും. കാരണം എന്താ വെച്ചാൽ ഡ്രോപ്പ് ചെയ്യണതിൻ്റെ ഫെയർ അത്യാവശ്യം ഫെയർ ഉണ്ടാവും. ഇത് ഈ ബ്ലോക്കിൻ്റെ അടിയിൽ കിടന്ന് ഓടിയിട്ട് നമ്മൾ ഇന്നലെ അടിച്ച CNG നമുക്ക് തീരെ മൈലേജ് കിട്ടിയില്ല കേട്ടോ. കുറേ മൈലേജ് നമുക്ക് ഷോർട്ടാണെന്ന് ഇന്നലെ തോന്നുന്നത്. ഞാൻ ഒരു 2 വട്ടിയും കഴിഞ്ഞ് നോക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരു 160 കിലോമീറ്റർ ഒക്കെ കിട്ടണം. ഇനിയിപ്പോൾ ഏതായാലും 4 വട്ടമുണ്ട്. ഇത് 3. ഇത് കുഴപ്പമില്ല. 222 വലിയ സീനില്ല. നോക്കട്ടെ, കിട്ടിക്കണോ നോക്കട്ടെ. അത് വന്നുപോകണം. 10.7. അപ്പോൾ 13 കിലോമീറ്റർ വെച്ച് കൂട്ടിയാൽ 222 അല്ലേ. 13 വെച്ചാൽ 10,000 ഉറുപ്പ്യ വെച്ചിട്ടുള്ളൂല്ലേ. അത് വലിയൊരു പ്രശ്നമില്ല. അതെവിടെ നിന്നാണ് പിക്കപ്പ്? നേരത്തെ ആളാണോ? നേരത്തെ പേര് ഞാൻ നോക്കിയില്ലല്ലോ. തോമസ് ഒരു മെസ്സേജ് ഒക്കെ അയച്ചിക്കണു, ഹായ്ന്ന്. എന്താ ചെയ്യാ, പോണ്ടേ? തോമസ് മെസ്സേജ് അയച്ചോണ്ടിരിക്കണ്ട. എന്താ പറയണ നോക്കട്ടെ. നമ്മളെ കണ്ട് റിപ്ലൈ കൊടുക്കണ്ട. വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയാനായിരിക്കും. ചിലപ്പോൾ വേറെ എവിടെയും വണ്ടി കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടോ എന്താ അറിയില്ല. പേടിയാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ചും പോയിട്ട് ചിലപ്പോൾ ആൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് പൈസ കിട്ടൂല. അപ്പം എന്നാലും നമ്മൾ അവിടുന്ന് ആ കുന്നത്തേരിൻ്റെ അവിടുന്ന് അങ്ങനെ ഉണ്ടായിരുന്നു നമുക്കൊരു അനുഭവം. അത്രയും പോയിട്ട് 200 മീറ്ററും കൂടി ഉണ്ടായിരുന്നു അടുത്തേക്ക്. അവിടെ എത്തുമ്പോൾ ആൾ ക്യാൻസൽ ചെയ്തിട്ട് പൈസ കിട്ടിയില്ല. 2-3 കിലോമീറ്റർ കുണ്ടും കുഴിയെല്ലാം റോഡ് കൂടി പോയിട്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ ബ്ലോക്ക് കൂടിയൊക്കെ പോയിട്ട്, സ്കൂളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇന്നലെ തന്നെ പോയിട്ട് കുടുങ്ങിക്കണു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ കാക്കനാട് ഭാഗത്തേക്ക് പോകണത്. ഇത് കറക്റ്റ് ആ പടമുകളുടെ അവിടെ NGO കോട്ടേഴ്സിൻ്റെ അവിടെയാണ് ഇത് ലൊക്കേഷൻ കാണിക്കുന്നത്. അതാ NGO കോട്ടേഴ്സാണിത്. ഈ ടേണിങ് അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ നിന്നാട്ടോ പിക്കപ്പ് ഉള്ളത്. തോമസ് എന്ത് ചെയ്യാ, നമുക്ക് വണ്ടി ഇങ്ങനെ എടുത്ത് വല്ല ചലിച്ചു നോക്കാം. റിപ്ലൈ ഒന്നും കൊടുക്കട്ടെ. ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ആയിക്കോട്ടെ. പറഞ്ഞ പോലെ തന്നെ നല്ല ബ്ലോക്കാട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മെസ്സേജ് അയക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ആളിങ്ങോട്ട് കോൾ ചെയ്ത്. അപ്പോൾ മുഹമ്മദ് എവിടെയാണ് ചോദിച്ചു.
അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എത്ര മിനിറ്റ് എടുക്കും ചോദിച്ചു. ഞാൻ പറഞ്ഞു വള്ളത്തോളിലാണ്, ബ്ലോക്ക് ഉണ്ട്, 11 മിനിറ്റാ കാണിക്കുന്നതാണ്. ഞാൻ അവിടെ നോക്കുന്നുണ്ട്, അപ്പൊ അനങ്ങുന്നുണ്ടായിരുന്നില്ല, 8 മിനിറ്റ് കാണിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്, എന്താ ചെയ്യാണ്ട് ചോദിച്ചു. പോര് മറ്റേ ഇപ്പൊ ആര് വിളിച്ചാലും തന്നെ ഏക്കാരെ വണ്ടി കിട്ടുന്നില്ല, വേറെ വഴിയില്ലല്ലോ, നീ വാറിന്. അപ്പൊ ഇനി എന്തായാലും ക്യാൻസൽ ചെയ്യില്ലായിരിക്കും, നമുക്ക് ചെന്ന് നോക്കാം. നല്ല ഡീലിംഗ് ആയിരുന്നു കേട്ടോ. കാരണം എന്താ വണ്ടി കിട്ടണ്ടാവില്ലേക്കറിയ, അപ്പൊ നല്ല ഡീലിംഗ് ഒക്കെ ഉണ്ടാവും. അത് നമ്മള് അമൃത ഹോസ്പിറ്റലിലേക്കായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. തോമസിന്റെ വൈഫും ഉണ്ട്. അപ്പോ കുറച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോന്ന്. അപ്പൊ 187 ആയിരുന്നു ബാക്കി അവിടെ വെച്ചോന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റത്തെ ട്രിപ്പില് ടിപ്പ് കിട്ടിയിട്ടുണ്ട്. 187 ആവുമ്പോ 13 റുപ്യ ടിപ്പ് അല്ലേ. 13 ആണെങ്കിലും കുഴപ്പമില്ല, ചായ പൈസ കിട്ടിയില്ലേ. അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഇവിടെ അമൃതയിലൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റൂല. അവിടെ എന്താ വെച്ചാൽ അവിടെ സെക്യൂരിറ്റിക്കാരൊക്കെ അവിടെ ബ്ലോക്ക് ആവും. അപ്പൊ അവിടുന്ന് ഇങ്ങനെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഇങ്ങനെ കുന്നുംപുറം ജംഗ്ഷന് പോവാ. അവിടെ പോയാൽ നമ്മളെ ചായക്കട ഉണ്ടാവും, ഫുഡ് കോർണർ, നമ്മളെ സ്ഥിരം ചായക്കട. സ്ഥിരമല്ല, ഇവിടെ വരുമ്പോഴൊക്കെ രാവിലെ ട്രിപ്പ് അടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ചായ അടിക്കണ സ്ഥലം. അപ്പൊ അവിടെ വരെ ട്രിപ്പ് അടിച്ചില്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് ചായ കുടിക്കാം. ട്രിപ്പ് അടിച്ചിട്ടോ, ഒരു 100 രൂപയുടെ ട്രിപ്പ് അടിച്ചു ചെറുത് എടപ്പള്ളിക്ക്. ഇനി ഒരു 700 മീറ്ററും കൂടി ഉണ്ട് പിക്കപ്പ്. 800 മീറ്റർ പിക്കപ്പിലാണ് ട്രിപ്പ് അടിച്ചത്. 100 രൂപയുടെ ട്രിപ്പ്. എടപ്പള്ളിയെ കണ്ട്, പോണേക്കരാന്ന് കണ്ട്. അത് ലാഭമായിരിക്കും, ചിലപ്പോൾ 2 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ഹുസൈനെ പോയി പിക്ക് ചെയ്യട്ടെ. ഇതാണ് തോന്നുന്നുണ്ട് കേട്ടോ കസ്റ്റമർ. ഈ പെണ്ണ് കുറച്ചു നേരമായി ഇവിടെ. ചെക്കന് ഞാന് കോൾ ചെയ്തപ്പോ എടുത്തില്ല. അപ്പൊ അരേവിടെ നിന്നിട്ടപ്പോ ഓക്കെ കമ്മിങ് നിട്ട് ഇവരുണ്ടോ പതുക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കാണ്. ഇവിടെ ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. ഇത് പുറത്തത്തെ കുറച്ച് ആൾക്കാരാ, അമൃതന്റെ അടുത്ത് റൂം എടുത്ത് നിക്കണോര്. ആ ട്രിപ്പ് നമുക്ക് വീണ്ടും അമൃതയ്ക്ക് തന്നെ കിട്ടിയത്. ഞാൻ കരുതി എടപ്പള്ളി ആ ജംഗ്ഷൻ ഭാഗത്തേക്കായിരിക്കും കരുതി. അപ്പൊ കറക്റ്റ് എടപ്പള്ളിക്ക് സെയിം ബ്ലോക്കൊക്കെ ബി ബ്ലോക്കൊക്കെയാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത്. അപ്പൊ ഡ്രോപ്പ് ചെയ്യണതിന്റെ ഒരു 100 മീറ്റർ മുമ്പ് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മുഹമ്മദ്. അത് 2.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. അമൃതീന്നല്ല കിട്ടിയത്, കുറച്ച് അപ്പുറത്തുനിന്നാ. അപ്പൊ ആളെ പിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. അത് എത്ര 150 രൂപ എത്ര ഉള്ളു കാക്കനാട്ടിക്ക്. അത് നല്ല കുറവായല്ലോ. നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് 220 രൂപക്കാ. അപ്പോ എന്താ അവസ്ഥ നോക്കട്ടെ. ചിലപ്പോ കാക്കനാട് എത്തേണ്ടിയിരിക്കില്ല, വേറെ ഏതെങ്കിലും സ്ഥലമായിരിക്കും. മറ്റേത് എന്താന്നോ, ഈ ട്രിപ്പ് ഞാൻ പിക്ക് ചെയ്തപ്പോ പറഞ്ഞല്ലോ ഒരു പ്രശ്നം. അപ്പൊ ഞാൻ ആ കാട്ടിൽ തന്ന കസ്റ്റമർ അവിടെ ഇങ്ങനെ വണ്ടിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇന്നെ ഇടക്ക് നോക്കുന്നുണ്ട്, എന്നിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, കേറുന്നില്ല. അപ്പൊ ഞാൻ കരുതി വണ്ടി അറിയാത്തോണ്ട് എന്താ അറിയില്ല. അപ്പൊ പിന്നെ ഒരു ഓട്ടോറിക്ഷ വന്നപ്പോ ഓല കയറിപ്പോയി. അപ്പൊ ഓല് ബുക്ക് ചെയ്തത് ഓട്ടോറിക്ഷയാണ്. കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ നിന്നതാ. ഞാൻ ഓരോ മുഖത്തേക്ക് നോക്കണമുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ കസ്റ്റമർ വന്ന്, നമ്മളെ ശരിക്കുള്ള കസ്റ്റമർ ഹുസൈന്. ഒരിങ്ങനെ പതുക്കെ വരിക, ഇന്നെ വണ്ടി കണ്ടിട്ട് പതുക്കെ വരിക. ആ റോഡിൽ ചെറിയ റോഡാ, പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഇവന്മാര് ഇങ്ങനെയാണ്. ഈ പുറത്തുനിന്ന് വന്ന കുറച്ച് ജനങ്ങളുണ്ട്. ഇത് വേറെ അടുത്തൊരു മാൽദീവ്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഇത്. അപ്പൊ ഓർക്ക് കുറച്ച് ഇത് കൂടുതലാ. അപ്പൊ ഇന്നാള് ഇതേപോലെ അമൃതന്ന് കിട്ടി. ഇനി അമൃത ഭാഗത്താണ് ഇവര് കൂടുതൽ. യാത്രയിലെ ട്രിപ്പ് അടിച്ചിട്ടോ 150 എടുക്കണില്ല. ഊബറിന്റെ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്യട്ടെ. അപ്പൊ ഇന്നാള് ഇതേപോലെ പിക്കപ്പ് ഉണ്ടായിരുന്നു. അമൃതീന്ന് കുറച്ചപ്പുറത്തേക്ക് എടപ്പള്ളി ആ ഭാഗത്തേക്ക്. അങ്ങനത്തെ കുറെ ആൾക്കാർ ഈ പരിസരത്ത് റൂം എടുത്ത് നിൽക്കുന്നവരുണ്ടാവും, ഹോസ്പിറ്റലിലേക്ക് വന്നത്. അപ്പൊ അവരെത്ര നല്ല ചമുട്ട് ആൾക്കാര്, നല്ല കനല്ല ആൾക്കാര്. അപ്പൊ ഇവരൊക്കെ നല്ല ഹെൽത്ത് ആൾക്കാരൊക്കെ. എന്നിട്ട് അവിടെ എത്തിയപ്പോ 40 രൂപ എത്ര കുറവുണ്ട്. അവരടുത്ത് ക്യാഷ് ചില്ലറല്ല. അപ്പൊ ഞാൻ ഗൂഗിൾ പേ ഉണ്ട് ചോദിച്ചു. ബാലൻസ് ഇട്ട് കൊടുക്കണല്ലോ, അത് ഇങ്ങോട്ട് ഇട്ടായിരുന്നോ, ഒന്നുമില്ല. എന്നിട്ട് 40-30 രൂപ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് അവിടുന്ന് പോകുന്നു. കാരണം ഇവരാണിത് പറയണ്ട്, അത് കുഴപ്പമില്ല വെച്ചോ. അപ്പൊ ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് 13 റുപ്യ ഇത്ര ചില്ലറ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചോ. ചില്ലറ ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ പേഴ്സ് എടുക്കണ കണ്ടപ്പോ എന്നോട് വെച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഒന്നും ഇവര് പറയില്ല. എന്നാൽ ചിലവര് തരും. ചിലവര് നല്ല ആൾക്കാരും ഉണ്ടാവും. ഇങ്ങനത്തെ കൂടുതൽ പേരും ഇങ്ങനെയാണ്. ഇപ്പൊ കണ്ടില്ലേ, വണ്ടി കണ്ടിട്ടും പതുക്കെ ഇങ്ങനെ വരിക. നമ്മള് ഒരു ഇത് ചെയ്യില്ല. അത്രയും ചെറിയ റോട്ടില് ബ്ലോക്ക് ആവോ വണ്ടി. എന്നിട്ട് അന്ന് ഞാൻ 30-40 രൂപ വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്നു. കാരണം അവിടെ ഒരു ഇങ്ങനെ തൊള്ളിയും പൊളിച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞു ചില്ലറ വേണം, അല്ലെങ്കിൽ ഗൂഗിൾ പേ വേണം. ഗൂഗിൾ പേ ഇല്ല. ആ ഒരു വർത്താനം മാത്രം. ലാസ്റ്റ് ഞാൻ ആ 40-30 ഇത്ര വേണ്ടാന്ന് വെച്ചിട്ട് അവിടുന്ന് പോയി. അല്ലാതെ വേറെ നിവർത്തിയില്ല, അവിടെ അങ്ങനെ നിൽക്കേണ്ടി വരും. ഇപ്പൊ ഇത് നമുക്ക് കിട്ടിയിരിക്കണത് ഇപ്പൊ ഒരു ട്രിപ്പ് അടിച്ചുക്കണല്ലോ. ഇവിടുന്ന് പോകുമ്പോ നമുക്ക് ഒരു തുരങ്കുണ്ട്. തുരങ്കത്തിന്റെ അടി കൂടെ പോവാ. ആ തുരങ്കം എത്തുന്നതിന്റെ മുമ്പ് അല്ല, ഇത് റെയിൽവേ സ്റ്റേഷനിലാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. ആളെ പോയി പിക്കട്ടെ. മുഹമ്മദാണ് പേര്.
ആ പോകുന്നതാട്ടോ നമ്മളെ കസ്റ്റമർ, ആള് തൂണിന്റെ മറവില. അപ്പൊ അത് കോഴിക്കോട്ടുകാര രണ്ടാൾക്കാരുണ്ടായിരുന്നു, ഒരാൾ എടപ്പള്ളിയിൽ ഇറങ്ങി മെട്രോന്റെ അവിടെ. നമ്മളെ ഇവിടെ പടമുകളിലാണുള്ളത്. പടമുകളിൽ ഇവിടെ ലുലുവിന്റെ എന്തോ വൈമാള് പറഞ്ഞിട്ടൊരു മാളുണ്ട്, അങ്ങോട്ടേക്കാണ് ആള് ലൊക്കേഷൻ ഇട്ടിട്ടുള്ളത്. ആള് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങുമ്പോ തന്നെ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. എന്താ ടെക്കിയോന്നോ, കിലോമീറ്റർ ഉണ്ടല്ലേ, വരുമ്പോ 1 കിലോമീറ്റർ എന്തോ കണ്ടുള്ളൂ, 900 മീറ്റർ. ഇപ്പൊ അത് അത്രയും കിലോമീറ്റർ ആയി. ആ ഓക്കെ, ഇതിലൊരു വഴി ഉണ്ട് ബാക്കോട്ട്, അതുണ്ട് 1.9 കിലോമീറ്റർ. പക്ഷെ എങ്കിൽ 14 മിനിറ്റ് തന്നെ സമയം കാണിക്കുന്നത്. നല്ല ബ്ലോക്ക് ഉണ്ട്, അതാണ്. ആ ട്രിപ്പ് എടുക്കാൻ വലിയ താല്പര്യമില്ല. അതും 160 രൂപയുടെ ട്രിപ്പാ, 6 കിലോമീറ്റർ ഉണ്ടോ. ക്യാൻസൽ ആവണമില്ല. അപ്പൊ 2 മിനിറ്റ് ആയി അടിച്ചിട്ട്. ഇതായിരുന്നു നമ്മളെ കസ്റ്റമർ, ഒരു ചൈനക്കാരനായിരുന്നു. എന്താ പേരെന്താ, ടക്കിയോന്നോ എന്തോ ഒരു പേര്. അപ്പോൾ ഇതിവിടെ നമ്മളെ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്, കാക്കനാട് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേൻ്റെ അവിടെ. അപ്പോൾ ഇനി ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല ഇതുവരെ. 2 ട്രിപ്പ്, ലാസ്റ്റത്തെ 2 ട്രിപ്പ് നമുക്ക് ഓരോ ട്രിപ്പും ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ട്രിപ്പ് നമുക്ക് അടിച്ചിട്ടില്ല. നമുക്ക് എക്സ്പ്രസ് വേൻ്റെ അവിടെ ആംബുലൻസിൻ്റെ അവിടെ പോയി വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇൻഫോ പാർക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അതാണ് കസ്റ്റമർ മിഥുൻ. ഒരു ചെറിയ ട്രിപ്പായിരുന്നു, 138 രൂപയുടെ ഒരു ട്രിപ്പ്. നമ്മൾ അവിടുന്ന് നേരെ എക്സ്പ്രസ് വേക്ക് എത്തിയപ്പോൾ തന്നെ ട്രിപ്പ് അടിച്ചു. പിന്നെ ഇവിടെ തിരിയാൻ നേരത്തെ നമ്മൾ CNG വാണിങ് എത്തി. ഞാൻ ആ കാര്യം മറന്നു, CNGന്റെ കാര്യം മറന്നു. ട്രിപ്പ് ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് അടിക്കുമ്പോഴേ നമ്മൾ അതിന്റെ കാര്യം വിട്ടു. അപ്പോൾ ഞാൻ റിക്വസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, ടീ ബ്രേക്കിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിൽ ഇട്ടിട്ട് കാര്യമില്ല, ഇപ്പം നല്ല ബ്ലോക്കാണ്. ആ ഭാഗത്ത് കൂടി പോയാൽ പ്രശ്നമാണ്. ട്രിപ്പ് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഭാഗത്തേക്ക് CNG പമ്പിൻ്റെ അവിടേക്ക് ട്രിപ്പ് അടിക്കൂല. ഇല്ലാണ്ട് പോയാൽ കുറേ സമയമാവും ചെയ്യും, കുറേ സമയം പോകും നമ്മളത്. അപ്പം നമ്മൾ ഊബറിൽ 760 രൂപയ്ക്ക് ഓടിയ കേട്ടോ. ഒരു 10 മിനിറ്റോളം നമ്മൾ അവിടെ തന്നെ നിന്നു. ഇപ്പം നമ്മൾ ജസ്റ്റ് ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്, ഏതോ ഭാഗത്തേക്ക് ട്രിപ്പ് അടിക്കണം നോക്കിയിട്ട്. ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടില്ല, കാരണം വൈറ്റിലെ ഭാഗത്തേക്ക് കിട്ടിയാലും കുഴപ്പമില്ല, കാക്കനാട് ഭാഗത്ത് കിട്ടിയാലും കുഴപ്പമില്ല, എടപ്പള്ളി ഭാഗത്ത് കിട്ടിയാലും കുഴപ്പമില്ല. എല്ലായിടത്തും CNG പമ്പ് ഉണ്ട്. ഇപ്പം നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് ആ ഭാഗത്തേക്ക് മാത്രമായിട്ട് കിട്ടണ്ട. എവിടേക്കാ ട്രിപ്പ് വരുന്നേ നോക്കട്ടെ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് പോകുമ്പോൾ അവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഇവിടെ മുതലേ ബ്ലോക്കാണ്. അവിടെ ഒരു യൂട്ടൺ ഉണ്ട്. ഈ ഇൻഫോ പാർക്കൊക്കെ വരാനുള്ള വണ്ടികൾ മുഴുവൻ കുറച്ച് അപ്പുറം പോയിട്ടാണ് യൂട്ടൺ അടിക്കണത്. അപ്പോൾ ഇവിടെ ഇതുവരെ ബ്ലോക്ക് ഉണ്ടായിരുന്നുണ്ടോ, അപ്പോൾ ഇങ്ങോട്ട് കയറോളം. അപ്പോൾ ഇവിടെ ബ്ലോക്ക് കാണാനില്ല. എനിക്ക് തോന്നുന്നത് കുറച്ച് അപ്പുറത്ത് ബ്ലോക്ക് ഉണ്ടാവും. ബ്ലോക്കൊന്നുമില്ല, ബ്ലോക്കൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇൻഫോ പാർക്കിൽ നിന്നാണ്. അപ്പോൾ ഊബർ വേണ്ട ഈ ബ്രേക്കിൽ ഇട്ടിട്ടുണ്ട്. എടപ്പള്ളിയിൽ നിന്ന് ജസ്റ്റ് കണ്ടു 200 എത്ര ഉണ്ട് ഫെയർ. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തിട്ട് എന്തായാലും പിന്നെ ഫുള്ളായിട്ട് ഊബർ ഓഫ് ചെയ്തിട്ട് CNG അടിക്കാം. ഏതായാലും ഒരു പുള്ളി ഉണ്ട്, ബ്ലിങ്ക് ആയിട്ടില്ലല്ലോ. അപ്പോൾ എടപ്പള്ളി എത്തി. എടപ്പള്ളി ജസ്റ്റ് കണ്ടു, എടപ്പള്ളി ആ ഭാഗത്തേക്കാണ്. ഹേമയാണ്, ഹേമ. അപ്പം നമ്മൾ ഹേമനെ ഡ്രോപ്പ് ചെയ്തിട്ടോ. ഇതാണ് ഇവിടെ ഒരു iCare ഉണ്ട്, ഐഫോണിൻ്റെ, അങ്ങോട്ടേക്കാണ് പോകുന്ന ആൾ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഹൈവേ കയറിയിട്ട് റൈറ്റ്, സിഗ്നലിന് റൈറ്റ് കയറിയാൽ CNG പമ്പ് എത്തും, പത്തടിപ്പാല CNG പമ്പ്. അവിടെ പോയി CNG അടിക്കാം. CNG പെട്രോൾക്ക് ചാടിയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പെട്രോളിലാണ് ഇപ്പോൾ കിടക്കുന്നത്. റാപ്പിഡോയിൽ 223 ട്രിപ്പായിരുന്നു ഇത് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? 22 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് കിലോമീറ്ററിന്. 9 കിലോമീറ്റർ 29 മിനിറ്റ്. കുറച്ച് ഉള്ളിൽ കൂടിയാണ് കറങ്ങി പോകുന്നതാണ്. മറ്റോടത്തൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഏതായാലും പോയി CNG അടിക്കട്ടെ. ഇവിടെയും പത്തടിപ്പാലത്തും CNG പ്രഷറും കുറവുണ്ടോ എണ്ണോ, CNGൻ്റെ പ്രഷർ ഒരു കട്ട ഇല്ല, കയറിയില്ല. 671 രൂപ ഇട്ടായത്, ഫുള്ള് കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ CNGക്ക് മാറ്റട്ടെ. ഓക്കെ, CNGക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഇവിടുന്ന് ഇങ്ങനെ പോവാം. ഇവിടുന്ന് ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഷോപ്പിൽ കുറച്ച് നേരം കയറി ഇരിക്കാം, ട്രിപ്പ് അടിക്കോട്ടെ. ഊബർ ഓണാക്കി ഉടനെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 400 മീറ്ററിലെ പിക്കപ്പിൽ. നൂറ എന്നാണ് പേര്. എവിടേക്കാന്ന് ഡ്രോപ്പ് എടുക്കാൻ നോക്കിയില്ല കേട്ടോ. 230 എത്ര ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു 13 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ നമ്മളെ നൂറയെ ഡ്രോപ്പ് ചെയ്തിട്ടോ. ഇവിടേക്ക് ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നു, പള്ളിമുക്കിൽ. ഈ ഹോസ്പിറ്റൽ ഞാൻ ആദ്യമായിട്ട് കാണാൻ. ഇവിടെ എന്തോ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. 225 രൂപ കേട്ടോ നമുക്ക് കിട്ടിയ 10 കിലോമീറ്റർ. പക്ഷെ 40 മിനിറ്റ് എടുത്തു, നല്ല സമയം എടുത്തു, ബ്ലോക്ക് ഉണ്ടായിരുന്നു. 250 ടോട്ടൽ വാങ്ങി, 225 നമുക്ക് കിട്ടി. 985 അതിൻ്റെ ടോട്ടൽ. സമയം 12:58, 11 മണി 1 മണിയായിട്ടോ. അപ്പോൾ ഇനി അവിടെ ഒരു സൈഡാക്കിയിട്ട് ഫുഡ് കഴിക്കാം. ഇവിടെ നമുക്ക് മറൈൻ ഡ്രൈവിൻ്റെ ഏകദേശം ഒരു സൈഡ് ഉണ്ട്, വണ്ടികളില്ലാത്ത തിരക്കില്ലാത്ത. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. ജസ്റ്റ് റോട്ടിൽ ഇറങ്ങിയപ്പോൾ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്.
തസ്ലീമ എന്നാണ് പേര്. 260 ഇത്ര ഉണ്ട്. കളമശ്ശേരിക്കാണ്, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എന്നാട്ടോ. ഇവിടുന്ന് ഒരു 200 മീറ്റർ ഉണ്ടാവും പിക്കപ്പിന്. നോക്കി നോക്കട്ടെ എത്ര ഉണ്ടാവട്ടെ. 400 മീറ്റർ. നമ്മുടെ ലാസ്റ്റ് കസ്റ്റമർ ആട്ടാ പോകുന്നത്. പേഷ്യൻ്റാണ്, മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന്. ആളെ ഒരു മോളും ആളെ വൈഫും ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ വണ്ടി റിവേഴ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ മെയിൻ റോഡ്, ഇവിടെ ഒരു പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവട്ടെ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടി ഇട്ടിട്ട് ഫുഡ് കഴിക്കാം. ഞാൻ ടീ ബ്രേക്കിൽ ഇട്ടിക്കാണ്. 1:57 ആയിട്ടുണ്ട് സമയം, 2 മണിയായി. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മളിവിടെ ഒരു കണ്ടെയ്നർ റോട്ടിൽ നിന്ന് കുറച്ചും കയറിയിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട്, ഇവിടെ ഉറവ് പൊട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഡിക്കിയിലാണ് നമ്മുടെ ഫുഡ്. ഫുഡിനെ പിടിച്ചിട്ട് ഇവിടെ വെക്കാം. ഇനി കൈ കഴുകാൻ വലിയ വെള്ളമാണ്, 5 ലിറ്റർ വെള്ളമാണ്. അപ്പം ഇനി ഫുഡ് കഴിക്കട്ടെ. ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു കറിയുണ്ട്, പിന്നെ ഇവിടെ കോവക്ക ഉണ്ട്, പിന്നെ മുട്ട. അപ്പോൾ ഫുഡ് കഴിക്കട്ടെടാ. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പ്ലേറ്റൊക്കെ മോറി ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്, ഡിക്കിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഴ പെയ്തിട്ടോ. ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്ത് നമുക്ക് വീണ്ടും ഊബർ ഓണാക്കാം. ഇന്നിപ്പോൾ 1200 റുപ്യക്കാണ് ഊബർ ഓടിയത്, 7 ട്രിപ്പ് ഊബർ ഓണായിട്ടുണ്ട്. ഓക്കെ, പിന്നെ റാപ്പിഡോയും ഓണാക്കാം. ഇത് കുറച്ച് ഉള്ളേരിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് അടിയോന്ന് അറിയില്ല. നമ്മളെ റാപ്പിഡോൻ്റെ റീചാർജ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഫോണിൽ കളിച്ചിരിക്കാം. ഒരു 3 മണി വരെ ഇവിടെ ഇരിക്കാം. 2:45 സമയം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കണ്ടെയ്നർ റോഡ് വെച്ച് പിടിക്കാം. ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഐശ്വര്യ. അത് നമ്മൾ നിൽക്കുന്ന അടുത്ത് തന്നെയാണ്. 200 മീറ്ററാണ് കണ്ടത്. 200 മീറ്റർ. അപ്പോൾ ഇത് ഓക്കെ, ആ ഭാഗത്തോട്ടാണ് പോകേണ്ടത്. എവിടുക്കാൻ ഞാൻ ഡ്രോപ്പ് എടുക്കാൻ നോക്കിയില്ല. 196 രൂപയുടെ ട്രിപ്പാണ്. ഹലോ, ഈ ക്യാമ്പസിന്റെ അകത്താണോ? അകത്താണോ? ഓക്കെ. അതെ, ഇവിടെ ഒരു ക്യാമ്പസ് കാണുന്നുണ്ട്. ഇതൊരു എഡ്യൂക്കേഷണൽ ക്യാമ്പസ്. അവിടെയാണ് ഇതിന്റെ ലൊക്കേഷൻ കാണുന്നത്. അപ്പോ ഉണ്ടോ റൈറ്റ് സൈഡിൽ. എന്താ അറിയില്ല, ആളതിനകത്തല്ലാന്നാ പറഞ്ഞത്. വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മള് ആ ട്രിപ്പും കഴിഞ്ഞു. അത് റിനേമഡ് സിറ്റിക്കായിരുന്നു, പാലാരോട്ടത്തുള്ള. അപ്പോൾ ഇത് നമ്മൾ ചെങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെയുള്ള റോട്ടിലാണ്. റിനേമഡ് സിറ്റിക്ക് വരുമ്പോൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു 300 റുപ്യയുടെ റാപ്പിഡോ അടിച്ചാൽ കിട്ടിയില്ല. ഇനി ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നമുക്ക് ഒരു ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ആദ്യം മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു 700 മീറ്റർ പിക്കപ്പില് 160 രൂപയുടെ ട്രിപ്പാന്ന് തോന്നുന്നുണ്ട്. അത് 196 അറിയില്ല. ഡ്രോപ്പ് ശരിക്കും നോക്കാൻ പറ്റില്ല. ഇത് നമ്മളെ BTS റോട്ടിൽ നിന്നാണ്. നമ്മളെ പൂക്കാട്ടുപടിക്കല്ല, നമ്മളെ ദേശാഭിമാനിക്ക് കറുകപ്പള്ളിക്ക് പോണ റോട്ടിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. 650 മീറ്ററും കൂടി ഉണ്ട്. ആളെ പോയി പിക്കട്ടെ. നമുക്ക് അതിന് ശേഷം 2 ട്രിപ്പ് അടിച്ചു. 2 റാപ്പിഡോയിലോട്ട് അടിച്ചത്. ഊബറിൽ അടിച്ചിട്ടുണ്ടായിരുന്നു, 2 ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. 2 ക്യാൻസലായി. കാരണം നല്ല ബ്ലോക്ക് തിരക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് റാപ്പിഡോയില് ഇപ്പൊ ആ തൃപ്പൂണിത്തുറ ഉദയംപെരൂര് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഊബർ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ്, കാരണം നല്ല ബ്ലോക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ റാപ്പിഡോയില് പോകുന്ന ട്രിപ്പിന്റെ ഇത് കാട്ടിത്തരാം, സമയം കാട്ടിത്തരാം. ഊബറിൽ 2 ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, 2 ക്യാൻസലായി. അത് ഏതായാലും നന്നായി. അതിന് വല്ലാണ്ട് റേറ്റ് ഉണ്ടായിരുന്നില്ല, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. റാപ്പിഡോയില് 720 റുപ്യ ഓടിയിട്ടുണ്ടെന്ന്. അതില് ഇതാ ആദ്യം 154 രൂപയുടെ ട്രിപ്പ് ഓടി. അത് 4 കിലോമീറ്റർ ഉള്ളു, അത് ലാഭം ഉണ്ടായി. ഇത് 343 രൂപ. ഇതാണ് ഇപ്പൊ ലാസ്റ്റ് പോകുന്നത്. 58 മിനിറ്റ് 14 കിലോമീറ്റർ ഉണ്ടാവും. പിന്നെന്താ വെച്ചാൽ 23 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം റാപ്പിഡോ റേറ്റ് വന്നോണ്ട് കുഴപ്പമില്ല. 343 രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഊബർ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ്. റാപ്പിഡോയിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ അടിച്ചോട്ടെ, കാരണം നല്ല ബ്ലോക്ക് ഉണ്ട്. വൈറ്റില ഭാഗങ്ങളിലൊക്കെ നല്ല ബ്ലോക്കാ. ഇപ്പൊ എനിക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് ചായ കുടിക്കണമെന്നുണ്ട്. ഏതായാലും ഓഫ് ആക്കിയിട്ടാണല്ലോ. പക്ഷെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല, കാരണം വെറുതെ CNG പോകുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത്ര നല്ല ബ്ലോക്കാണ് എല്ലായിടത്തും. നമ്മള് കുറച്ചു മുമ്പ് ഒരു 3/4 മണിക്കൂർ മുമ്പ് ഊബർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു, തൃപ്പൂണിത്തുറ ജംഗ്ഷനിൽ എത്തിയിട്ട്. അപ്പൊ അവിടെ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, തിരുവാണിയൂർ പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക്. അപ്പോൾ ആള് ഡ്രോപ്പിങ്ങിലാണ്. ആളിവിടെ പച്ചക്കറി കടയിൽ പോയിട്ടുള്ളത് സാധനം വാങ്ങാൻ. അപ്പോൾ ഇനി ഒരു 1.6 കിലോമീറ്ററും കൂടി ഉണ്ട് ആളെ ഡ്രോപ്പ് ചെയ്യാൻ. അത്
അരിയാജാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെങ്കിൽ അവരുടെ അച്ഛനാണ് വണ്ടിയിലുള്ളത്. അപ്പോൾ എന്നോട് ചോദിച്ച് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് നിർത്താൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഊബറിൽ അങ്ങനെ ഇല്ല, ഞാൻ നിർത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ ഞാൻ വണ്ടി വരാം ഓടി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും തരുമെന്നാവോ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോണ്ട്. ഞാനൊന്നും ചോദിക്കണമെന്നില്ല, വല്ലാണ്ട് സമയമൊന്നും ആയില്ല, ഇപ്പം നിർത്തിയിട്ടുള്ളൂ. ആടെ വീട് ഏതാട്ടോ കാണൂല. നല്ല അടിപൊളി ഒരു കൊട്ടാരം പോലത്തെ വീട്. പക്ഷെ വഴി ഭയങ്കര മോശമാണ്. കഴിഞ്ഞ നമ്മൾ തൃപ്പൂണിത്തറക്ക് പോയ ആ റാപ്പിഡോൻ്റെ ട്രിപ്പ് ഇതുപോലെ തന്നെ ഭയങ്കര മോശം റോഡായിരുന്നു. ഇതുണ്ടോ ചെറിയ റോഡാണ്, പക്ഷെ പെര അടിപൊളിയായിട്ട് സെറ്റപ്പാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കായുള്ള ടീമാണ്. പക്ഷെ കൂടുതൽ പൈസ ഒന്നും തന്നില്ല. 156 രൂപയാണ് ടോട്ടലായത്. അപ്പോൾ 200 തന്ന്, ഞാൻ ബാക്കി ഒരു 40 രൂപ കൊടുത്തിട്ടുണ്ട്. 4 രൂപ ചില്ലറല്ലോ. അപ്പോൾ കൂടുതലും തന്നില്ല. ഞാൻ കരുതി ബാലൻസിലൊക്കെ തരും. കുഴിയെ കൂടിയൊക്കെ പോകുമ്പോൾ വണ്ടിൻ്റെ വേറെ തരം സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും, ടയറ് പൊട്ടുമോ. കാരണം അങ്ങനത്തെ ഒരു സൗണ്ട്, വണ്ടി നല്ലോണം ഇരുന്ന പോലെ. അത്ര മോശപ്പെട്ട റോഡാണ്. ഈ മഴ പെയ്തിട്ട് ഭയങ്കര മോശമായിട്ടുണ്ട് എല്ലാ റോഡും, കുഴികളും വെള്ളവും. വണ്ടി നമുക്ക് നല്ല പണി വരും. 200 റുപ്യേൻ്റെ ഓട്ടം ഓടിയാലും മുതലാവില്ല. നല്ല കായുള്ള ടീംസാണ്. ഞാൻ കരുതി അത്യാവശ്യം ആ 40 രൂപയിലും കിട്ടുന്ന കരുതി. കാരണം അവരെ സ്ഥലം മൂന്നാറാണ്. മൂന്നാറില് എത്ര ഏക്കർ സ്ഥലം പറഞ്ഞു ഈ ഏലക്കായിന്റെ ബിസിനസ്. ഏലക്കായ്ക്കൊക്കെ നല്ല വില. അപ്പൊ ഞാൻ ചോദിച്ചു നോക്കി കിലോന് എത്രയായിരുന്നു. 2000 സംതിങ് അത്ര. അപ്പൊ ഒക്കെ കഴിഞ്ഞാൽ 600-700 റുപ്യ കിട്ടും പറഞ്ഞു ഒരു കിലോന്മേ. പിന്നെ ഇപ്പൊ പിക്ക് ചെയ്തത് ഒരു ഫ്ലാറ്റിൽ നിന്നായിരുന്നു. അവിടെ മോളും മോളെ ഭർത്താവും കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ. മോള് ആക്സിസ് ബാങ്കിലാത്ര തോപ്പുംപടിയില്. പിന്നെ ഇവിടെ ഉള്ളത് മോനും മോന്റെ വൈഫും ഇൻഫോ പാർക്കിലാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പൊ അവിടുന്ന് കുറച്ച് പൈസകൾ വരും. പിന്നെ കഴിഞ്ഞ വർഷം അത്ര സ്ഥലം എടുത്തത് ഇവിടെ. 1 സെന്റിന് 5 ലക്ഷമോ എന്തോ ഉള്ളു. കുറച്ച് പാടം ഏരിയയാണ്, വെള്ളം കണ്ടില്ലേ വെള്ളമൊക്കെ. അപ്പൊ 1 വർഷം കൊണ്ട് വീടും കയറ്റി താമസം തുടങ്ങി. വീടൊക്കെ നല്ല അടിപൊളി വീടാട്ടോ, സെറ്റപ്പ്, ഗേറ്റും ഫുള്ള് CCTV കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങള്, മൂന്നാറത്തെ കുറെ കാര്യങ്ങളും പറഞ്ഞങ്ങനെ പോരായിരുന്നു. അപ്പൊ ഞാൻ കരുതി കടയിൽ നിർത്തി കൊടുത്ത് എന്തേലൊക്കെ തടയുന്ന കരുതി. അതാണ് നമ്മളായിട്ടൊന്നും റേറ്റ് പറഞ്ഞില്ല. അല്ലെങ്കിലും വിഷയമൊന്നുമില്ല, ഒരു 2 മിനിറ്റ് നിർത്തിയിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ എന്നോട് ഇത് ചോദിച്ചിട്ടോ, വണ്ടിന്ന് ഇറങ്ങുകയാണെങ്കിൽ വീട്ടിൽ വരികയാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു, ഊണ് കഴിക്കാന്ന് പറഞ്ഞു. എന്തായാലും അത്ര വിളിച്ചല്ലോ, അത് മതി. ടിപ്പ് തന്നില്ലെങ്കിലും വേണ്ടില്ല, ഫുഡ് കഴിക്കാൻ വിളിച്ചല്ലോ വീട്ടില്. അപ്പൊ ഞാൻ പിന്നെ എന്നാ പിന്നെ അടുത്ത തവണ കാണാന്നൊക്കെ പറഞ്ഞിട്ട് കയ്യും തന്ന് ഇറങ്ങിയിട്ടുണ്ട് ആള്. അപ്പൊ ഇനിയിപ്പോ അടുത്ത ട്രിപ്പ് അടിക്കുമോന്ന് അറിയില്ല. 9:21 സമയം ഇപ്പൊ. അങ്ങനെ നമ്മള് റൂമിലെത്തിട്ടോ, പരിപാടി നിർത്തി. ലാസ്റ്റ് നമുക്ക് പോരുന്ന വഴിക്ക് വെണ്ണലെന്ന് നമ്മളെ താൽ കിച്ചന്റെ അവിടേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. വന്നപ്പോ ഏണിങ്സ് 170 കണ്ടത്. അപ്പോൾ ഞാൻ ആളെ കയറ്റി പിൻ നമ്പർ അടിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതിൽ ചാർജ് കയറുന്നുണ്ടായില്ല. അപ്പോൾ അതിപ്പോ സ്വിച്ച് ഓഫ് ആയി കിടക്കാണ്. ഇപ്പൊ 11:52 ആയിട്ടുണ്ട് സമയം, 12 മണിയായി. അപ്പൊ ഞാനിപ്പോ ഒരു അൽഫാമും വാങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോന്ന്. എത്ര ഏണിങ്സ് ആയിന്നൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ആ ട്രിപ്പ് അവിടെ എത്തിയപ്പോ എന്നോട് എത്രയും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതിലെത്ര കണ്ടേച്ച് തന്നാൽ മതി പറഞ്ഞു. പോന്നപ്പോ എന്നോട് 169 എത്രയാണ് പറഞ്ഞത്, പിന്നെ 150 തന്നത്. അത് ഒരു 10 ഭയങ്കര കീറി പൊളിഞ്ഞ് പോവാത്തൊരു 10. പിന്നെ അതും വാങ്ങിട്ട് പോന്നിന്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് തുറയണില്ല, ആൾക്ക് ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞു. എന്താ സത്യമാണ് എന്താണ് അറിയില്ല. അപ്പൊ ഏതായാലും ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.